ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ജർമ്മനിയുടെ ക്യാപിറ്റലായ ബെർലിനിലേക്കാണ്. ഞങ്ങളൊരു 7:30 ഒക്കെ ആയപ്പം ആൻവെർപ്പ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നമുക്ക് ട്രെയിൻ വരുന്നത് 7:45 ഷിക്പോൾ എയർപോർട്ടിലേക്ക്. ഞങ്ങൾ അന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് 7 o'clock ട്രെയിൻ അതുവരെ വന്നിട്ടില്ലായിരുന്നു, കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾക്ക് 7:30 വന്നപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ യൂറോ സിറ്റി ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഒരു ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിൽ നമുക്കിവിടെ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഷിക്പോൾ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. ഇപ്പം നെതർലൻഡ്സിലെ എയർപോർട്ടിന് പറയുന്നതാണ് ഷിക്പോൾ എയർപോർട്ട്. അപ്പം ഇവിടുന്ന് ബെർലിൻ എയർപോർട്ടിലേക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ആൻവെർപ്പ് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1 മണിക്കൂറാണ് റോട്ടർഡാം സെൻട്രൽ സ്റ്റേഷനിലേക്ക്. അവിടെ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഷിക്പോളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റോട്ടർഡാം സെൻട്രൽ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ഒരു കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ടായിരുന്നു ഷിക്പോൾ എയർപോർട്ടിലേക്ക്. അവിടുന്ന് ഒരു 1/2 hour മാത്രമേ ഉള്ളൂ ഷിക്പോൾ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ആ എയർപോർട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി. അങ്ങനെ ട്രെയിനിൽ കയറി ഒരു 1/2 hour കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ഏകദേശം കുറച്ച് നേരത്തെ ആയിരുന്നു എത്തിയത്. 9:30 ആയിട്ടുള്ളായിരുന്നു. ഞങ്ങൾക്ക് 12:30 ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടന്ന് ഫ്ലൈറ്റ് നോക്കിയിരുന്നു. കുറച്ച് നേരം മോൻ അവിടുത്തെ പ്ലേ ഏരിയയിൽ കളിച്ചു. പിന്നെ ഫ്ലൈറ്റിന് സമയമായപ്പോൾ അവനും വന്ന് ഞങ്ങളുടെ കൂടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഏകദേശം 12 o'clock ഒക്കെ ആയപ്പം ഞങ്ങളുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്രാവശ്യം ഞങ്ങൾ KLM ഫ്ലൈറ്റാണ് എടുത്തിരുന്നത് ബെർലിൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി. ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് പിന്നെ അതിന് തൊട്ട് ബാക്കിൽ ഒരു സീറ്റേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ ബാക്കിൽ ആരും ഇരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിലേക്കുള്ള വ്യൂ നീണ്ടിരിക്കുമായിരുന്നു KLM ഫ്ലൈറ്റ്. അപ്പം ഫ്രണ്ടിലേക്കുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി സെറ്റായിട്ടിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബെർലിൻ എയർപോർട്ടിൽ എത്തി. അങ്ങനെ അവിടുന്ന് മോൻ്റെ സ്ട്രോളർ കളക്ട് ചെയ്യണമായിരുന്നു. അത് അല്ലാതെ ചെക്ക് ഇൻ ബാഗ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡ് പോയി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കിഡ്സ് TV കോർണർ എന്ന് പറയുന്ന ഒരു സംഭവം, ഇങ്ങനെ കിഡ്സിൻ്റെ കാർട്ടൂൺസൊക്കെ കാണുന്ന ഒരു സ്ഥലം കണ്ടു. മോൻ അവിടെ കുത്തിയിരിപ്പായത് കണ്ടപ്പം അപ്പം ഞാനും അവൻ്റെ കൂടെ അവിടെ ഇരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കിഡ്സ് TV കോർണർ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഞങ്ങൾ ഡേ പാസ് എടുത്തിട്ടാണ് സാധാരണ പോകുന്നത്. അപ്പം നമുക്ക് ഈ ട്രെയിൻ ടിക്കറ്റ് കളക്ട് ചെയ്യണം. അപ്പം ഈ എയർപോർട്ടിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. ഒരു A, B, C 3 സോണായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കതനുസരിച്ച് ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 1 ഡേ പാസ്, ഒരാൾക്ക് 1250 യൂറോയാണ് വരുന്നത്. 2 പേർക്ക് 25 യൂറോ. നമുക്ക് ബസ്സും ട്രാമും അതുപോലെ തന്നെ മെട്രോയും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ലാഭമാണ് ഒരു ദിവസത്തേക്ക്. അങ്ങനെ ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു. അത് വാലിഡേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഇറങ്ങേണ്ട ഒരു സ്റ്റോപ്പിൽ ഞങ്ങൾ ട്രാമിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങി. മെനിഗർ എന്ന് പറയുന്നൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഹോട്ടലിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം ദൂരെ ഒരു പശുവിൻ്റെ മോഡൽ. ഞാൻ വിചാരിച്ചത് ഒറിജിനൽ പശുവാണെന്ന്. അടുത്ത് വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായതൊരു മോഡലാണ്. അവനും അവിടെ പോയി അതിനെയൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഹോട്ടലിലേക്ക് നീങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പതുക്കെ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. അപ്പോഴത്തേക്കും 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഹോട്ടലിൻ്റെ അടുത്ത് പല മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക് പല വഴിക്ക് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അടുത്ത വേറൊരു പ്ലേസിൽ പോയിട്ട് മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് വാക്ക് ചെയ്യാനേ ഉള്ളായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഈ സൈൻ ബോർഡ് കണ്ടു. ഇതൊരു വ്യത്യാസമുള്ള സൈൻ ബോർഡാണ് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കി ഇന്ന് മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ ഏകദേശം 2 മിനിറ്റ് നടന്നപ്പം ഞങ്ങൾക്ക് പോകേണ്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇത് പഴയ കാലത്ത് കുഴിച്ച മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇത് സ്റ്റേഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലൂടെ എങ്ങനെ ഈ മെട്രോ ട്രെയിൻ പോകുന്നെന്ന്. കാരണം സ്പേസ് വളരെ കുറവാണ്. കുറേ പണ്ട്
സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് എന്തോ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഇതാണ് അവിടുത്തെ മെട്രോ. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. ഈ ഒരു ബെർലിൻ വാളും പിന്നെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ അതൊക്കെ കാണാമെന്നാണ് ഞങ്ങൾ വിചാരിച്ച് പോകുന്നത്, ബെർലിൻ മാള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങൾ കയറിയ മെട്രോ സ്റ്റേഷന് വേറൊരു സ്റ്റേഷൻ ഇറങ്ങണമായിരുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തെത്തി. അങ്ങനെ മേളിൽ കയറിയപ്പം ഇങ്ങനെ ഒരു ആളുടെ ഒരു രൂപം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാച്ചു. അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ആ ഒരു സ്റ്റാച്ചുവിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് മാൾ ഓഫ് ബെർലിൻ. അതായത് ബെർലിനിലെ ഏറ്റവും വലിയ മാളെന്നാണ് ഗൂഗിളിൽ കണ്ടത്. അതുപോലെ തന്നെ അവിടെ ബെർലിനിലെ ഏറ്റവും ലാർജസ്റ്റ് ഫുഡ് കോർട്ട് ഉണ്ടെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അതിന് നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ മാൾ ഓഫ് ബെർലിൻ്റെ അകത്തേക്ക് കയറി. ആദ്യമേ തന്നെ നമ്മൾ ടെസ്ലയുടെ ഒരു ഷോറൂം അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. മോൻ ടെസ്ല കാറിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ടെസ്ല എപ്പോഴും കണ്ടാലും അവൻ ടെസ്ല എന്ന് വിളിച്ചു പറയും. അപ്പോൾ ടെസ്ല ഷോറൂം കണ്ടപ്പോൾ ഞങ്ങൾ അവനെ കാണിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ നടന്നു. ഒരുതരം എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്സ് ഈ മാളിൻ്റെ അകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാം കാണിക്കുന്നില്ല, ഞങ്ങൾ എല്ലാ ഷോപ്സും ഇങ്ങനെ കണ്ട് നടന്നു. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഫുഡ് കോർട്ട് കണ്ടുപിടിക്കുക എന്നായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ ഷോപ്സും ഇങ്ങനെ കണ്ടു പോയി. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബോർഡും ഒരു ചോക്കും ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കായിരുന്നു. മോൻ അവൻ്റെ പേര് എഴുതുമായിരുന്നു, ഈത്തൻ എന്ന്. പക്ഷേ അവൻ്റെ ടി മാത്രമേ തെളിഞ്ഞുള്ളൂ, ബാക്കി ആരൊക്കെയോ എഴുതിയതിൻ്റെ കൂടെ ആയതുകൊണ്ട് അത്ര തെളിഞ്ഞില്ല. കൊള്ളായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചോക്കോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ ഇങ്ങനെ വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്ന് ഫുഡ് കോർട്ട് കണ്ടുപിടിച്ചു. ജസ്റ്റ് അതിൻ്റെ കുറച്ച് നടന്ന് അങ്ങോട്ട് പോകുന്നിടത്തായിരുന്നു ആ മാൾ ഓഫ് ബെർലിൻ ലാർജസ്റ്റ് ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോയി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഒരുവിധം എല്ലാ രാജ്യത്തെയും ഫുഡുണ്ട്. നമ്മൾ ഇന്ത്യനിലെ ബിരിയാണി, ചപ്പാത്തി, പിന്നെ ചൈനീസ് ഫുഡ്സ്, പിന്നെ എല്ലാ രാജ്യത്തെയും അവരുടെ മെയിൻ ഡിഷസ് ഒക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയില്ല ഏത് മേടിക്കണമെന്ന്. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അടുത്ത സ്ഥലം നോക്കി ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ, നമ്മൾ നോക്കിയപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓഫീസ് എന്നാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് നടന്ന്, പിന്നെ ഇവിടെ കുറച്ച് വാളിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതും കാണാൻ വേണ്ടിയാണ് പോയത്. നമുക്കറിയാലോ, ഒരു ബെർലിൻ സിറ്റി മൊത്തവും ഒരു വാളായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതായത് വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയും തമ്മിൽ വേർതിരിക്കാൻ. അപ്പോൾ ഈ വെസ്റ്റ് ജർമ്മനി ഭരിച്ചിരുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും, ഈസ്റ്റ് ഭരിച്ചിരുന്നത് റഷ്യയൊക്കെയാണ്. അപ്പോൾ ഈ വെസ്റ്റ് ജർമ്മനി ഭയങ്കര പുരോഗമനമായിരുന്നു, അവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു റഷ്യൻ ആർക്കിടെക്ചറും അത്ര പുരോഗമനം ഇല്ലായിരുന്നു. അപ്പം ഈ വാള് 1990 ഇത് എല്ലാവരും ചേർന്ന് അതിനെ തല്ലിപ്പൊളിച്ച് കളഞ്ഞത്. ഭയങ്കര അപ്പോൾ ചില സ്ഥലത്ത് ഈ വാളിൻ്റെ കുറച്ച് ശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ അവർ എഴുതുന്നുണ്ടായിരുന്നു. നമുക്കത് വായിച്ചു നോക്കുമ്പോൾ സത്യം നമുക്ക് വിശ്വസിക്കാനോ സഹിക്കാനോ പറ്റത്തില്ല. കാരണം ആരെങ്കിലും ഒന്ന് ചാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം വെടി വരും. അത്ര സെക്യൂരിറ്റി ആയിട്ടായിരുന്നു ഈ വാള് നിർമ്മിച്ചിരുന്നത്, ഭയങ്കര ഹൈറ്റിൽ. കുറേ പേര് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പുരോഗമനം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമായിരുന്നു കുറേ പേര്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് അതിൻ്റെ ചരിത്രമൊക്കെ കുറച്ച് വായിച്ചിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് നോക്കിയപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഈ വാള് നിന്നെടുത്ത് അവർ മോഡലായിട്ട് വാള് വെച്ചിട്ടുണ്ട്. പിന്നെ ചില അന്നുണ്ടായിരുന്ന കെട്ടിടങ്ങൾ ഇങ്ങനെയായിരുന്നു, ഈ സൈഡിൽ ആ കെട്ടിടം, അങ്ങനെയൊക്കെ അവർ മാപ്പായിട്ട് ഇങ്ങനെ അവിടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ പോയി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, സെക്കൻഡ് വേൾഡ് വാറിൽ കുറേ ജൂതന്മാരെ കൊന്നു കളഞ്ഞായിരുന്നല്ലോ ഹിറ്റ്ലറിൻ്റെ കാലത്ത്. അപ്പോൾ അവർക്ക് മെമ്മോറിയലായിട്ട് നിർമ്മിച്ച ഒരു
മെമ്മോറിയൽ സ്ഥലമാണ് ഈ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇവിടെ പല ഷേപ്പിലുള്ള ക്യൂബ്സ് ഉണ്ട്. അതായത് ഒന്ന് ചെറുത്, പിന്നെ വലുത്, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെക്കാളും വലിയ ക്യൂബ്സ് കിട്ടും. അപ്പം നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ടൊരൊറ്റപ്പെട്ട ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് അവർ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ സ്ട്രെസ്സ് ഇതിൻ്റെ അകത്തൂടെ കയറുമ്പോഴും നമുക്കും അത്രയില്ല, എന്നാലും കുറച്ചൊക്കെ ഒരു ഫീൽ ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഇത് നിർമ്മിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് സ്കേർഡായിരുന്നു. കാരണം മോൻ ഇത് എന്തോ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ട് പോലെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ അവൻ്റെ പുറയിൽ ഓടുമായിരുന്നു. കുറച്ച് ദൂരെ മാറിയിരുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ കുറച്ച് എല്ലാവരും പീസായിട്ടിരുന്നു. കാരണം ആ മരിച്ചതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചുകൊണ്ട് എല്ലാവരും വളരെ പീസായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഇന്ന് ടയേർഡായി. കാരണം ഇന്ന് കുറച്ച് യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. അപ്പം ഞങ്ങളൊരു അലക്സാണ്ടർ പ്ലാസിൽ പോയിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, വല്ലതും കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പോയി. അപ്പം അവിടെ ഇങ്ങനെ ഒരു പാർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ചാടുന്ന മോനത് കണ്ടപ്പോൾ ചാടും, അതിനകത്ത് കയറും. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു കയറുന്നത്. അങ്ങനെ അത് എൻജോയ് ചെയ്തു. ഞങ്ങളവിടെ ഇരുന്ന് അവൻ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു.